പാകിസ്ഥാനിൽ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തെക്ക് പടിഞ്ഞാറൻ നഗരമായ ക്വറ്റയിൽ ഇന്നലെയായിരുന്നു സ്ഫോടനം. ബലൂചിസ്ഥാൻ നാഷണൽ പാർട്ടിയുടെ പരിപാടിക്കിടെയായിരുന്നു ഈ സംഭവം. MG മിഥുൻ തുടരുന്നുണ്ട് നമുക്കൊപ്പം. മിഥുൻ, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട്? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാണോ? ആരെങ്കിലും ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ? ആര്യ, ഇതുവരെയും ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ചാവേർ ആക്രമണമാണോ എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അതിന്റെ പിന്നിൽ ആരാണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പരിപാടിക്കിടയിലാണ് പൊടുന്നനെ ഇത്തരത്തിൽ സ്ഫോടനം ഉണ്ടാവുകയും 11 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നിട്ടുണ്ട്. 30-ലധികം പേർക്ക് ഇവിടെ ഗുരുതരമായി പരിക്കേറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, ക്വറ്റ നഗരം നേരത്തെ തന്നെ ലിബറേഷൻ ആർമിയുടെ കൈകളിലാണ്. നേരത്തെ പാകിസ്ഥാൻ സൈന്യവുമായി നടത്തിയ പോരാട്ടത്തിൽ അവർ ഈ നഗരം പിടിച്ചെടുക്കുന്നതൊക്കെ കാഴ്ച നമ്മൾ കാണുകയും ചെയ്താണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആഭ്യന്തര കലാപം വലിയ രീതിയിൽ പാകിസ്ഥാനെ ബാധിക്കുന്നുണ്ടായിരുന്നു. മുൻകാലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആഭ്യന്തര കലഹം പാകിസ്ഥാനിൽ വലിയ രീതിയിലുണ്ടായിരുന്നു. ഈ മേഖലയിൽ, കൊറ്റയടക്കമുള്ള മേഖലകൾ, അത് അവർ നേരത്തെ തന്നെ പിടിച്ചെടുത്തൊരു പ്രദേശം കൂടിയായിരുന്നു. ഇവിടെ ഈ വർഷം മാത്രം നടക്കുന്ന 5ാമത്തെ സ്ഫോടനം കൂടിയാണ് ഇതെന്നുള്ളതാണ്. ഇതിനു മുമ്പ് നടന്ന സ്ഫോടനങ്ങളിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പേർ മരണപ്പെട്ട സ്ഫോടനം 2024 ജൂലൈയിലായിരുന്നു റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അതിൽ 150-ലധികം പേർക്ക് ജീവഹാനി സംഭവിക്കുന്ന തരത്തിലേക്ക്, അത്രത്തോളം പേർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. എന്തായാലും ഇന്നലെ ഉണ്ടായിരുന്ന ഈ നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള പരിപാടിയായിരുന്നു. കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഈ പരിപാടികളൊക്കെ നടക്കുകയും ചെയ്തത്. ഈ സമയത്താണ് പൊടുന്നനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറാണ് പൊട്ടിത്തെറിക്കുകയും ചെയ്തത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ചാവേർ ആക്രമണമാണോ ഉണ്ടായത് എന്നുള്ള കാര്യം സേനാ വിഭാഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇക്കാര്യത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകളാണോ ഇതിന് പിന്നിൽ നിന്നുള്ള കാര്യവും സംശയിക്കുന്നുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ 11 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ നിന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ആരും ഇത് ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത വരുന്നത് സുഡാനിൽ നിന്നാണ്. പ്രകൃതി ദുരന്തത്തിന്റെ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. സുഡാനിൽ ഉരുൾപൊട്ടലിൽ 1000-ലധികം പേർ മരിച്ചു. വടക്കൻ സുഡാനിലെ ദർഫർ മേഖലയിലെ ഒരു ഗ്രാമം പൂർണ്ണമായി ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഈ ഗ്രാമം. മിഥുൻ തുടരുന്നുണ്ട്. മിഥുൻ, എന്താണ് സാഹചര്യം? ഈ ദർഫർ മേഖലയിൽ നിരവധി ഗ്രാമങ്ങളുണ്ട്. ഒറ്റപ്പെട്ട ഗ്രാമങ്ങളാണ് പലയിടത്തുമായിട്ടുള്ളത്. അതായത് ഈ ഒരു നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മലയോര പ്രദേശം പോലെ, അല്ലെങ്കിൽ അത്തരത്തിൽ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ്. അവിടെ ഒറ്റപ്പെട്ട ഇടങ്ങളിലായി നിരവധി പേർ, 1000-ലധികം പേർ വസിക്കുന്ന പല ഗ്രാമങ്ങളുമുണ്ട്. അതിൽ ഈ ദർഫാർ മേഖലയിലെ തർസീൻ ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ വലിയ നാശം സംഭവിച്ചിരിക്കുന്നത്. അതായത് അപ്പാടെ ഈ ഒരു മണ്ണിടിച്ചിൽ ആ ഒരു ഗ്രാമം പൂർണ്ണമായും ഒലിച്ചു പോവുകയും ചെയ്തു. അതായത് 1000-ലധികം പേർക്ക് ഇതുവരെയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ് അവിടെ രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ്. ഇത്രയും അധികം ആളുകളെ കവർന്നെത്തതിൽ അതിൽ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സുഡാൻ ലിബറേഷൻ ആർമിയാണ് ഇക്കാര്യത്തിൽ സംബന്ധിച്ച ഈ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. പക്ഷേ എത്രത്തോളം പേർ മരിച്ചു, എത്രത്തോളം പേർക്ക് ജീവഹാനി സംഭവിച്ചു, എത്രത്തോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതടക്കമുള്ള വ്യക്തമായ ചിത്രം ലഭ്യമായിട്ടില്ല. ഇതേ രീതിയിലുള്ള സമാനമായുള്ള മണ്ണിടിച്ചിൽ മറ്റു പ്രദേശങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഈ ദർഫർ മേഖലയിലെ പല ഗ്രാമങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് ഇതുവരെയും സേനാ വിഭാഗത്തിനോ അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ പ്രവർത്തകർക്കോ ഒന്നും തന്നെ എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഹെലികോപ്റ്റർ മാർഗമുള്ള രക്ഷാപ്രവർത്തനം ഒക്കെ തുടരുന്നുണ്ട്. കാരണം നമുക്കറിയാം, അവിടെ ആഭ്യന്തര കലാപം പുറപ്പെട്ടതിനെ തുടർന്ന് വലിയ രൂക്ഷമായ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ജനതയായിരുന്നു. അവിടെ നിന്ന് സുഡാനിലെ പല മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് ദർഫാർ മേഖലയിലേക്കൊക്കെ പലായനം ചെയ്തു വന്ന ആളുകളാണിവർ. രക്ഷ നേടി, അല്ലെങ്കിൽ ആഭ്യന്തര കലാപത്തിനിടെ നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ ജീവൻ കൈപ്പിടിച്ച് നെട്ടോട്ടമോടി ഈ ഗ്രാമങ്ങളിലേക്ക് അധിവസിക്കുന്നതിന് വേണ്ടി പലായനം ചെയ്തെത്തിയ ജനങ്ങളാണ് ഇപ്പോൾ കൂട്ടത്തോടെ മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ദാരുണമായ, ഏറ്റവും ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത കൂടി സുഡാനിൽ നിന്ന് പുലർച്ചെ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിലേക്ക് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല. ഒറ്റപ്പെട്ട മലയോര മേഖല പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയ വെല്ലുവിളി ഈ രക്ഷാപ്രവർത്തനത്തിനായി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ സഹായം സുഡാൻ തേടിയിട്ടുണ്ട്. സുഡാൻ ലിബറേഷൻ ആർമി ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, പട്ടിണി മരണം മൂലം നിരവധി പേർ അവിടെ
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രകൃതി ദുരന്തം കൂടി അവർക്കെതിരെ ഒരു വില്ലനായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ 1000-ലധികം പേർ ഒരു ഗ്രാമത്തിലെ പൂർണ്ണമായും തുടച്ചു നീക്കിക്കൊണ്ടു പോകുന്ന സ്ഥിതിവിശേഷം. മറ്റ് ഗ്രാമങ്ങളിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവർ സുരക്ഷിതമാണോ എന്നടക്കം പോലും അറിയാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് നിലവിൽ സുഡാനിൽ നിന്ന് ലഭ്യമാകുന്നത്. യെസ്, എം ജി മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.